നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പിടിപ്പുകേടിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യമൊട്ടാകെ പ്രക്ഷോഭം നടത്തുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലും പ്രതിഷേധ പരിപാടികൾ നടത്തും. പാതിവില തട്ടിപ്പ് കേസിൽ കാളിയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരാതിക്കാരുടെ ഹിയറിംഗ് നടത്തി. കളമശ്ശേരി ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയതിനെ തുടർന്നാണ് നടപടി. പിന്നോക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിറേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഹരിതാരവം കാർഷിക വികസന പദ്ധതിയുടെ പച്ചക്കറി തൈ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ചിന്നി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത്. ഇടുക്കി MLA റോയ് കെ പൗലോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക, നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ കേന്ദ്ര സർക്കാർ അടിയന്തരമായി വികേന്ദ്രീകരിക്കുക, വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് ഒഴിവാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി നയിക്കുന്ന വിദ്യാർത്ഥി പ്രതിധ്വനി സംഗമം ജൂലൈ 10, 11, 14 തീയതികളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കും. ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലും KSU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുടർച്ചയായുള്ള ചോദ്യപേപ്പർ ചോർച്ചകളും വർദ്ധിച്ചുവരുന്ന പരീക്ഷാ ഫീസും കാരണം രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവിയാണ് തുലാസിലായിരിക്കുന്നത്. സുതാര്യമായി പരീക്ഷ നടത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും കേന്ദ്ര സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും DC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷകൾ നിരന്തരമായി റദ്ദാക്കപ്പെടുന്നത്, നിയമനങ്ങളിലെ കാലതാമസം, വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പരാജയങ്ങൾ അടക്കം ഈ രാജ്യത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളും നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയാണ് രാജ്യവ്യാപകമായുള്ള പ്രക്ഷോഭത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ വിഷയമല്ല. രാജ്യത്തെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഭാവി നിർണ്ണയിക്കുന്ന അതിപ്രധാനമായ ഒരു വിഷയമാണ്. അതിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യവുമില്ല. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളും ദേശീയ വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധികളും ഇന്ന് എല്ലാവർക്കും സുപരിചിതമാണ്. ലക്ഷക്കണക്കിനായ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയായ നീറ്റ് പരീക്ഷ അത് തുടർച്ചയായ വിവാദങ്ങളിൽപ്പെടുന്നത് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും കാരണം പരീക്ഷകൾ റദ്ദാക്കേണ്ടി വരുന്നത് കേന്ദ്രത്തിൽ നടക്കുന്ന ഭരണ സംവിധാനത്തിൻ്റെ പരാജയമാണ് കാണിക്കുന്നത്. കോടികൾ വാങ്ങി ചോദ്യപേപ്പറുകൾ മുൻകൂട്ടി വിൽക്കുന്ന മാഫിയകൾ രാജ്യത്ത് ഇന്ന് സജീവമായിരുന്നു. രാത്രി പകലാക്കി കഷ്ടപ്പെട്ട് പഠിക്കുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് ഇവിടെ തകർന്നു വീഴുന്നത്. പകരമോ പണമുള്ളവർക്ക് മെഡിക്കൽ സീറ്റുകൾ വിൽക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും. പരീക്ഷകൾ എഴുതി ഫലം കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളെ വീണ്ടും പരീക്ഷ എഴുതാൻ നിർബന്ധിതരാകുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വാക്കുകൾക്ക് അതീതമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, കേന്ദ്ര സർക്കാർ അടിയന്തരമായി നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ വികേന്ദ്രീകരിക്കുക, വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് ഒഴിവാക്കുക, ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക, CBSE മൂല്യനിർണ്ണയ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കുക. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജ്യവ്യാപകമായുള്ള പ്രക്ഷോഭത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. രാഹുൽ ഗാന്ധി കോട്ടയിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രതിധ്വനി സംഗമം ജൂലൈ 10 അലഹബാദ്, 11 പാറ്റ്ന, 14 ഡൽഹി എന്നിവിടങ്ങളിൽ നടത്തും.
അതോടൊപ്പം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, കേന്ദ്ര സർക്കാർ അടിയന്തരമായി നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ വികേന്ദ്രീകരിക്കുക, വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് ഒഴിവാക്കുക, ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുക, CBSE മൂല്യനിർണ്ണയ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് നീതി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി കോട്ടയിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രതിധ്വനി സംഗമം ജൂലൈ 10 അലഹബാദ്, 11 പാട്ന, 14 ഡൽഹി എന്നിവിടങ്ങളിൽ നടത്തും. ഇതോടൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും DC പ്രസിഡന്റ് CP മാത്യു അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ DC പ്രസിഡന്റ് CP മാത്യുവിനൊപ്പം ഭാരവാഹികളായ MD അർജുനൻ, ചാർലി ആന്റണി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാതിവില തട്ടിപ്പ് കേസിൽ കാളിയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരാതിക്കാരുടെ ഹിയറിംഗ് നടത്തി. കളമശ്ശേരി ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയതിനെ തുടർന്നാണ് നടപടി. സ്റ്റേഷൻ പരിധിയിലെ 100-ലധികം പരാതിക്കാരാണ് ഹിയറിംഗിൽ എത്തിച്ചേർന്നത്. പാതിവില തട്ടിപ്പ് കേസിൽ കാളിയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരാതിക്കാരുടെ ഹിയറിംഗ് നടത്തി. കളമശ്ശേരി ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയതിനെ തുടർന്നാണ് നടപടി. സ്റ്റേഷൻ പരിധിയിലെ 100-ലധികം പരാതിക്കാരാണ് ഹിയറിംഗിൽ എത്തിച്ചേർന്നത്. സമീപകാലത്ത് കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസായ പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ട് ക്രൈംബ്രാഞ്ചിന്റെ അതാത് യൂണിറ്റുകൾ കേസ് അന്വേഷിച്ചാൽ മതിയെന്ന് സർക്കാർ നിലപാടിനെ തുടർന്നാണ് കളമശ്ശേരി ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കാളിയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരാതിക്കാരുടെ ഹിയറിംഗ് നടത്തിയത്. പരാതിക്ക് ശേഷം ഇതുപോലെ വിളിച്ച കാര്യങ്ങളൊക്കെ അവർ അന്വേഷിച്ചതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് വിളിക്കുന്നത്. ഇതിപ്പം സിവിൽ സൊസൈറ്റിയുടെ ആൾ തന്നെയാണ് ഞങ്ങൾക്കെല്ലാം മെസ്സേജ് ഇട്ടത്, വാട്സപ്പ് മെസ്സേജ് വന്നത്. അതിന് പ്രകാരമാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു. ഇതേപോലെ ഒരു എൻക്വയറി ഞങ്ങൾ ഫോണിൽ കൂടെ നടത്തി. ഞങ്ങൾ റെക്കോർഡിങ്ങിലായിട്ട് നമ്മുടെ കയ്യിലുള്ള രേഖകളൊക്കെ അവർക്ക് കൊടുത്താണ്. രേഖകൾ കൊടുത്തതിന് ശേഷം അതങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. പിന്നിപ്പോൾ വീണ്ടും എന്നെ സംബന്ധിച്ച് വിളിച്ചേക്കനാണ് ഇപ്പോൾ ഇതിൻ്റെ. ഇപ്പോൾ ഞങ്ങൾ വിളിപ്പിച്ചിരിക്കുന്നത് കളമശ്ശേരി ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് വിളിപ്പിച്ചിരിക്കുന്നത്. അതായത് കോട്ടയം ഇതിൻ്റെ കീഴിലായിരുന്നു, ഇതിൻ്റെ ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിലായിരുന്നു ഞങ്ങളുടെ അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കവിടെ ഓരോ സ്ഥലത്തേക്കും ഡിവൈഡ് ചെയ്തിട്ട് കളമശ്ശേരി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് DSP ഒക്കെ വരുന്നുണ്ട്. മുഖ്യപ്രതി അനന്തകൃഷ്ണന് പുറമെ നേരത്തെ സായിഗ്രാമിന്റെ ചുമതലയുണ്ടായിരുന്ന ആനന്ദകുമാർ അടക്കമുള്ളവരെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നടന്ന പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 1343 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയത്. CSR ഫണ്ട് ഉപയോഗിച്ച് പാതിവിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. കേരളമൊട്ടാകെ 231 കോടി രൂപയുടെ വൻ തട്ടിപ്പാണ് നടന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പിന്നോക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിറേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചിന്നക്കനാൽ അംഗൻവാടി, കുടുംബാരോഗ്യ കേന്ദ്രം, മൂന്നാർ ഗവൺമെന്റ് ആംഗ്ലോ തമിഴ് LP സ്കൂൾ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. ഇടുക്കി ജില്ലയിലെ പിന്നോക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി ജില്ലയിലെ ആസ്പിറേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയിലെ ആസ്പിറേഷണൽ ബ്ലോക്കുകളായ ദേവികുളം, അഴുത ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അശോക് കുമാർ പറഞ്ഞു. Galbraith. He was a 7-foot-tall Harvard economist who was the US ambassador to India during Pandit Nehru's time. He used to say, there is no country in the world which is literate and poor, and there is no country in the world which is rich but illiterate. To Malayalis, my question is, if you are literate, why aren't you more rich? You should ask that question. You are clever, you are intelligent. In the Gulf and other countries, you are hardworking people. So there's nothing wrong with you guys. You are among the very best in the world. Then why aren't you richer? So I'll keep coming back to Kerala and asking you this question, that why aren't you richer? What is the problem?
Why aren't you healthier? ചിന്നക്കനാൽ അങ്കണവാടി, കുടുംബാരോഗ്യ കേന്ദ്രം, മൂന്നാർ ഗവൺമെന്റ് ആംഗ്ലോ തമിഴ് LP സ്കൂൾ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. വിവിധ വകുപ്പുകൾ കൂടുതൽ ഏകോപനത്തോടെ പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു. നീതി ആയോഗ് ജോയിന്റ് സെക്രട്ടറി KS റെജിമോൻ, നീതി ആയോഗ് ഡയറക്ടർ ഷോയഖ് അഹമ്മദ്, നീതി ആയോഗ് ജോയിന്റ് സെക്രട്ടറി KS റെജിമോൻ, നീതി ആയോഗ് ഡയറക്ടർ ഷോയഖ് അഹമ്മദ്, സബ് കളക്ടർ BM ആര്യ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ T ജ്യോതിമോൾ, പ്രോഗ്രാം ഇംപ്ലിമേഷൻ ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ PK കുര്യാക്കോസ്, വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഹരിതാരവം കാർഷിക വികസന പദ്ധതിയുടെ പച്ചക്കറി തൈ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്നു. വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ചിന്നി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാർഷിക പുനരുദ്ധാരണ മേഖലയിലെ പ്രധാന സംരംഭമായ ഹരിതാരവം പദ്ധതിയുടെ ഭാഗമായുള്ള തൈകളുടെ വിതരണമാണ് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്നത്. ആദ്യഘട്ടം മരിയാപുരം, വാഴത്തോപ്പ് പഞ്ചായത്തുകളിലെ കർഷക സംഘങ്ങൾക്കുള്ള തൈകളുടെ വിതരണമാണ് നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷത വഹിച്ച യോഗം പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി ഉദ്ഘാടനം ചെയ്തു. കൃഷി ചെയ്യുവാൻ തയ്യാറായിട്ടുള്ളൊരു സമൂഹം മുമ്പോട്ട് വന്നപ്പോൾ അതിന് മറ്റെല്ലാ വിധത്തിലുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുവാൻ തയ്യാറായിട്ടുള്ള മറ്റൊരു സമൂഹം കൂടി മുൻപോട്ട് വന്നിരിക്കുകയാണ്. കാർഷിക മേഖലയെ സ്നേഹിക്കുന്നവർ കാലാകാലം മുമ്പ് ഉസ്മാനിക്ക് സൂചിപ്പിച്ചതുപോലെ കാലാകാലങ്ങളായിട്ട് സബ്സിഡി എന്ന രീതിയിലായിരുന്നു കർഷക ഗ്രൂപ്പുകൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. അതിനും അപ്പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന എന്തോ അതിനുള്ളൊരു ഫലം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിൽ കാണണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഈ പ്രാവശ്യം വിത്ത് മുതൽ വിപണി വരെയുള്ള എല്ലാ മേഖലയിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇടപെടലിലൂടെ ഈ കർഷക സംഘങ്ങളെ മുൻപോട്ട് നയിക്കാമെന്ന തീരുമാനത്തിലെത്തിയത്. അത്തരത്തിൽ വിത്ത് ഇവിടെ എത്തിച്ചിരിക്കുന്നു. ഇന്ന് തൈ വിതരണം നടക്കുകയാണ്. ഇനി അങ്ങോട്ടും ബ്ലോക്ക് പഞ്ചായത്തിന് എല്ലാവിധ മേൽനോട്ടങ്ങളും ഉണ്ടാകും, ഓരോ സംഘങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാകും. നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇതൊരു വലിയ കാർഷിക ഉത്സവമാക്കി മാറ്റുവാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. നാമമാത്രമായ ധനസഹായം എന്നതിനപ്പുറം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാനും കാർഷിക സംസ്കാരം നിലനിർത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും യഥാസമയം കർഷകർക്ക് വിത്തും വളവും എത്തിച്ചു കൊടുത്തുകൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഉൽപ്പന്നത്തിന്റെ വിപണിയും ഉറപ്പാക്കുമെന്നും പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നീണ്ട കാലയളവിലേക്ക് നടുന്നത് മുതൽ അതിനെ വിളവെടുക്കുന്നത് വരെ കർഷകർക്കും സംഘങ്ങൾക്കും നൽകുന്ന ഈ ആനുകൂല്യം ഒരു മഹത്തായ പദ്ധതിയാണ്. ബാക്കി എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിനും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കും മാതൃകയായ രീതിയിലാണ് ഈ പ്രവൃത്തി കണ്ടക്ട് ചെയ്തിരിക്കുന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ആദ്യ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ BA ഉലഹന്നാൻ, സോന ട്രീസ ജോബി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുജിത മോൾ, BDO ഷൗജമോൾ പി കോയ, മറ്റ് അംഗങ്ങളായ KK സുബി, ബിജു, ടെസി തങ്കച്ചൻ, പൊതുപ്രവർത്തകരായ CP സലീം, അനിൽ ആനിക്കനാട്ട്, PT സദാശിവൻ, കർഷക സംഘം പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാരപ്പെട്ടി പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണവും മെറിറ്റ് അവാർഡ് വിതരണവും നടത്തി. ഷിബു തെക്കുംപുറം MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് വാരപ്പെട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വാരപ്പെട്ടി കവലയിലും അടിവാട് കവലയിലും അഞ്ചപ്പെട്ടി കവലയിലും അവതരിപ്പിച്ച വിരുദ്ധ ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണവും മെറിറ്റ് അവാർഡ് വിതരണവും ഷിബു തെക്കുംപുറം MLA ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വാരപ്പെട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വാരപ്പെട്ടി കവലയിലും അടിവാട് കവലയിലും അഞ്ചപ്പെട്ടി കവലയിലും ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് നടത്തി. ഉദ്ഘാടന സമ്മേളനത്തിൽ കോതമംഗലം എക്സൈസ് സബ് ഇൻസ്പെക്ടർ KS ഇബ്രാഹിം ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കട്ടപ്പന നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ SLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി.
കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത്. ഇടുക്കി MLA റോയ് കെ പൗലോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനമാണ് കേരളമെന്നും ഇത്തവണത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാനത്തിന് തന്നെ അഭിമാനകരമാകുന്ന നേട്ടമാണ് ഇടുക്കിയിലെ വിദ്യാർത്ഥികൾ കൈവരിച്ചതെന്നും റോയ് കെ പൗലോസ് MLA പറഞ്ഞു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ളതും SSLC+2 പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ A+ നേടിയതും ഇടുക്കി ജില്ലയിൽ നിന്നുള്ളവരാണെന്നുള്ള കാര്യം എടുത്തു പറയാവുന്ന നേട്ടമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവ് കട്ടപ്പന നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് സംഘടിപ്പിച്ചത്. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി അധ്യക്ഷനായി. മനോജ് മുരളി, ലീലാമ്മ ബേബി, സിബി പാറപ്പായി, തോമസ് മൈക്കിൾ, ബീന സിബി, സജിമോൾ ഷാജി, KJ ബെന്നി, KP സുമോദ്, രാജു, ജൂലി റോയ്, PR രമേശ്, ബിൻസി ഷിനോജ്, സുനിത ശശീന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി അജി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കരിമണ്ണൂർ സെന്റ് ജോസഫ് സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടത്തി. പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റും ഗായകനുമായ പ്രമോദ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പ്രിൻസിപ്പൽ ബിസോയി ജോർജ്, ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കുട്ടികളുടെ സർഗശേഷി വളർത്തി ഭാഷാ നൈപുണികൾ വികസിപ്പിച്ച് സാംസ്കാരിക അവബോധത്തിലൂടെയുള്ള വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്ന ലക്ഷ്യം നേടുന്നതിനായാണ് കരിമണ്ണൂർ സെന്റ് ജോസഫ് സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയും വിവിധ ക്ലബ്ബുകളും രൂപീകരിച്ചിരിക്കുന്നത്. പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റും ഗായകനുമായ പ്രമോദ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പ്രിൻസിപ്പൽ ബിസോയ് ജോർജ്, ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു, PTA പ്രസിഡന്റ് ജോസൻ ജോൺ, MBTA പ്രസിഡന്റ് ജോസ്മി സോജൻ, സീനിയർ അസിസ്റ്റന്റ് ബിന്ദു ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി GSM അലക്സ്, വിദ്യാരംഗം കൺവീനർ സിസ്റ്റർ റോസ്മിൻ, SRG കൺവീനർ ഷൈജി ജോസ്, രമ്യ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂളിൽ പ്രവർത്തിക്കുന്ന 18 വിഭാഗം ക്ലബ്ബുകളുടെ സത്യപ്രതിജ്ഞ ചടങ്ങും നടന്നു. തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിലെ ബാക്ക് ടു സ്കൂൾ ഓഫർ മേളയിൽ പർച്ചേസ് നടത്തിയവർക്കുള്ള സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു. ഇതോടൊപ്പം ഗീവ് എവേ മത്സരത്തിൽ വിജയിച്ചവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PA സലിംകുട്ടി, സെക്രട്ടറി ജിമ്മി, ട്രഷറർ അഭിലാഷ്, ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് പാർട്ണർമാരായ പരീദ്, സാബു, ജനറൽ മാനേജർ വിഷ്ണു ഗോപി എന്നിവർ വിതരണം ചെയ്തു. വളരെ സന്തോഷം തോന്നുന്നു. കാരണം ലോകം മുഴുവൻ ഈ വേൾഡ് കപ്പ് നടക്കുമ്പോൾ വലിയൊരു മാനവികത അതിനകത്തുണ്ട്. പക്ഷേ എല്ലാവരും കളിയായിട്ട് പറഞ്ഞിട്ട് ഞാനത് കാര്യമായിട്ട് എടുത്തയാളാം. കാരണം അർജന്റീനയോ മെസ്സിയോ റൊണാൾഡോയോ ഒന്നായിട്ട് നമ്മുടെ രാജ്യവും നമ്മുടെ മതവും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയമായിട്ടൊന്നും ഒരു ബന്ധമൊന്നുമില്ല. പക്ഷേ ലോകം മുഴുവൻ ഈ വേൾഡ് കപ്പിൻ്റെ ആരംഭത്തിലെത്തുമ്പോൾ എല്ലാം മറന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും ഒരു ഉത്സവ പ്രതീതിയാണ്. അർജന്റീനയും ബ്രസീലിലൊക്കെ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മുടെ നാട്ടുപുറങ്ങളിലെല്ലാം ഫ്ലെക്സുകളൊക്കെ ആയിട്ട്. അപ്പോൾ അത് വലിയൊരു മാനവികതയാണ്. അത് എന്നും നിലനിർത്തി പോകുന്ന ഒരവസ്ഥ ലോകത്തുണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഇത്തരം പദ്ധതികൾ വഴി ആളുകളുടെ നല്ല ഭാഗ്യവാന്മാരെ എല്ലാം കണ്ടെത്തി എത്തിച്ചതിൽ പ്രത്യേകം ഇതിൻ്റെ മാനേജ്മെൻറ്റിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.
സിനിമ ഉത്സവത്തിന് നൽകുന്നത് 500 രൂപ ബർത്ത്ഡേക്ക്. ഈ ഒരു വിതരണത്തിനുണ്ട്. നല്ലൊരു കേടി നൽകുന്നത്. നല്ലൊരു കേടി നല്ലൊരു അസോസിയേഷന്റെ ആദരണീയനായിട്ടുള്ള സെക്രട്ടറി ജിമ്മി ക്ഷണിക്കുന്നു. നൽകുന്നത് സെക്രട്ടറീസ് 2 പേരും ചേർന്ന് നല്ലൊരു കേടി അഭിലാഷ് അവരാണ്. മഴയുടെ സംഗീതം നിറയുന്ന പശ്ചിമഘട്ട വനങ്ങളിൽ രാത്രിയുടെ നിശബ്ദത ഭേദിച്ചു മുഴങ്ങുന്ന തവളവിളികൾക്കിടയിൽ ശ്രദ്ധേയനാകുന്നത് മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗാണ്. ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഈ അപൂർവ ഉഭയജീവി മരങ്ങൾക്കിടയിലൂടെ ഗ്ലൈഡ് ചെയ്യാനുള്ള കഴിവും വ്യത്യസ്തമായ പ്രജനന രീതിയും കൊണ്ട് പ്രകൃതി സ്നേഹികളെയും ഗവേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്നു. മഴക്കാലം ആരംഭിക്കുന്നതോടെ ഇവയുടെ പ്രജനന കാലവും തുടങ്ങും. ആൺതവളകൾ വെള്ളക്കെട്ടുകൾക്ക് മുകളിലുള്ള മരക്കൊമ്പുകളിൽ ഇരുന്ന് പ്രത്യേക ശബ്ദത്തിലൂടെ പെൺതവളകളെ ആകർഷിക്കുന്നു. അനുയോജ്യമായ ഇണയെ കണ്ടെത്തിയ ശേഷം ഇണചേരൽ നടക്കുകയും വെള്ളത്തിന് മുകളിലേക്ക് തൂങ്ങിക്കിടക്കുന്ന ഇലകളിൽ നുര പോലുള്ള ഒരു കൂട് നിർമ്മിച്ച് പെൺതവള മുട്ടകൾ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ആൺതവള അവയ്ക്ക് ബീജസങ്കലനം നടത്തുന്നതോടെ നുരക്കൂടിനുള്ളിൽ ഭ്രൂണ വളർച്ച ആരംഭിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മുട്ടകൾ വിരിഞ്ഞ് പുറത്തുവരുന്ന ടാഡ്പോളുകൾ നുരക്കൂട് ദ്രവിക്കുന്നതോടെ താഴെയുള്ള വെള്ളത്തിലേക്ക് പതിക്കുന്നു. അവിടെ വളർച്ച പൂർത്തിയാക്കി പിന്നീട് കരയിലും മരങ്ങളിലും ജീവിക്കുന്ന പൂർണ്ണ വളർച്ചയെത്തിയ തവളകളായി മാറുന്നു. ശത്രുക്കളിൽ നിന്നും പ്രതികൂല കാലാവസ്ഥയിൽ നിന്നുമുള്ള സംരക്ഷണത്തിനായുള്ള പ്രകൃതിയുടെ അത്ഭുതകരമായ സംവിധാനമാണ് ഈ നുരക്കൂട്. മങ്ങാട്ടുകവല സെൻട്രൽ ബാങ്ക് ജീവനക്കാരൻ ശ്രീനാഥ് KPയുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ നിന്നും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അനീഷ് ജെയിൻ പകർത്തിയ ദൃശ്യമാണിത്. തിളക്കമുള്ള പച്ച നിറവും വിരലുകൾക്കിടയിലെ വിശാലമായ ജാലികയും ഇവയുടെ പ്രത്യേകതയാണ്. ഒരു മരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടുമ്പോൾ ഈ ജാലിക വിരിച്ച് വായുവിലൂടെ തെന്നിമാറാൻ കഴിയുന്നതിനാലാണ് ഇവയ്ക്ക് ഗ്ലൈഡിംഗ് ഫ്രോഗ് എന്ന പേര് ലഭിച്ചത്. എന്നാൽ വനനശീകരണം, ജലാശയങ്ങളുടെ നാശം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ ഈ അപൂർവ ജീവിയുടെ നിലനിൽപ്പിന് ഗുരുതര ഭീഷണിയായി മാറുകയാണ്. പരിസ്ഥിതിയുടെ ആരോഗ്യത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കപ്പെടുന്ന ഉഭയജീവികളെ സംരക്ഷിക്കുന്നത് പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മഴക്കാടുകളുടെ ഈ അത്ഭുതത്തെ സംരക്ഷിക്കേണ്ടത് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 10ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുവാൻ ആരക്കുഴ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആരക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പൊതൂർ അധ്യക്ഷത വഹിച്ചു. 2025-26 അധ്യയന വർഷം SSLC പരീക്ഷയിൽ 100% വിജയമായിരുന്നു സ്കൂൾ നേടിയത്. 16 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. 5 വിദ്യാർത്ഥികൾ 9 വിഷയങ്ങൾക്ക് A+ നേടി. 3 പേർ 8 വിഷയങ്ങൾക്കും A+ നേടി. ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനു വേണ്ടിയാണ് മെറിറ്റ് ഡേ നടത്തിയത്. അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതെല്ലാം ആയിരിക്കുന്ന കുടുംബത്തിലാണ് നമ്മൾ ജനിച്ചത്. ആ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ സന്തോഷം ജനറേറ്റ് ചെയ്യുന്ന, അവിടെ സമാധാനം ജനറേറ്റ് ചെയ്യുന്ന, അവിടെ ആഘോഷങ്ങൾക്ക് പാത്രമാകുന്ന ഒരു വ്യക്തിത്വം നമ്മളിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് നമ്മുടെ ആദ്യത്തെ രസം. അതിനുശേഷമാണ് നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും. നിങ്ങൾ വ്യാപരിക്കുന്ന നിങ്ങളുടെ ക്ലാസ്സിലും നിങ്ങളുടെ സ്കൂളിലും ഒക്കെ നമ്മൾ വ്യാപരിക്കുന്ന നമ്മളോടൊപ്പമായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന സഹപാഠികളൊക്കെ നമ്മൾ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മുടെ ബിഹേവിയർ, അവിടെ നമ്മൾ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും സ്കൂളിൽ വരുമ്പോൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ. തുടർന്ന് അവാർഡ് ദാനവും നടത്തി. സ്കൂൾ HM സിസ്റ്റർ ടിസ റാണി സ്വാഗതം ആശംസിച്ചു. ആരക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു പൊതൂർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ റാണി ജോസ് ആശംസ നേർന്നു.
ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ പ്രഖ്യാപനവും നടന്നു. കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ SHO ശ്യാംകുമാർ KS ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സിവിൽ സർവീസ് റാങ്ക് ജേതാവ് സ്മിത സാബു മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും നിർവഹിച്ചു. അറക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ മെറിറ്റ് ഡേ ആഘോഷങ്ങളും ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ പ്രഖ്യാപനവും പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ നടന്നു. കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ SHO ശ്യാംകുമാർ KS ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ഈ സൗകര്യങ്ങൾ വിദ്യാലയങ്ങളിലും അധ്യാപകരും നൽകുന്ന അറിവുകളും രക്ഷിതാക്കളിൽ നിങ്ങളെ പിള്ളേരായിരിക്കും ചെയ്യുന്ന കഷ്ടപ്പാടുകളെല്ലാം അതിനെപ്പോഴും പ്രത്യുപകാരമായിട്ട് നിങ്ങളുടെ രാജ്യത്തോട് കലകയായിട്ട് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് പഠനം പൂർത്തിയാക്കി നമ്മുടെ വിഭാഗത്തിൻ്റെ പുരോഗതിക്കുള്ള ഓരോ കർമ്മമേഖലകളിൽ പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ചടങ്ങിൽ സിവിൽ സർവീസ് റാങ്ക് ജേതാവ് സ്മിത സാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും സ്മിത സാബു നിർവഹിച്ചു. കഠിനാധ്വാനവും കൃത്യമായ ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഏതു വലിയ വിജയവും കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് അവർ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. ഏകദേശം 12 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച സ്കൂളാണ് അച്ഛൻ പഠിപ്പിച്ച ഒരു സ്കൂളിൽ ചീഫ് ഗസ്റ്റായിട്ട് വരാൻ കഴിയുന്നത് ദൈവാനുഗ്രഹമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ എല്ലാ ഉത്തമവും ശ്രേഷ്ഠവുമായ ദാനങ്ങൾ ദൈവത്തിൽ നിന്ന് വരുന്നു. എനിക്കും നിങ്ങളിവിടെ 45 പേര് ആദരിക്കപ്പെടുന്നു. നിങ്ങൾക്കും നല്ല വിജയം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ പ്രഖ്യാപനവും ഇതോടൊപ്പം ചടങ്ങിൽ വെച്ച് നടന്നു. മാരകമായി നശിപ്പിക്കുന്ന മദ്യപാനം, മയക്കുമരുന്ന്, പുകവലി, വായു മസാലകളുടെ ഉപയോഗം എന്നീ തിന്മകൾ മൂലമറ്റം സെന്റ് ജോർജ് ഫൊറാന പള്ളി വികാരി റവറന്റ് ഫാദർ ജോർജ് ചൊള്ളനാൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അവിര ജോസഫ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ദിനേശ് സെബാസ്റ്റ്യൻ ചടങ്ങിൽ പങ്കെടുത്തവർക്കും പരിപാടി വൻ വിജയമാക്കാൻ സഹകരിച്ചവർക്കും നന്ദി പറഞ്ഞു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അറക്കുളം. നിക്ഷേപ സമാഹരണത്തിൽ കോതമംഗലം താലൂക്കിൽ ഇതര വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ പോത്താനിക്കാട് റൂറൽ സഹകരണ ബാങ്ക് ജീവനക്കാരെ അനുമോദിച്ചു. അനുമോദന യോഗം താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KK ശിവൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് MM അലിയാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രജീഷ് അനുമോദന സന്ദേശം നൽകി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ സംസാരിച്ചു. നിക്ഷേപ സമാഹരണത്തിൽ കോതമംഗലം താലൂക്കിൽ ഇതര വിഭാഗത്തിൽ ഇത്തവണ 1ാം സ്ഥാനം നേടിയത് പോത്താനിക്കാട് റൂറൽ സഹകരണ ബാങ്കായിരുന്നു. നിക്ഷേപ സമാഹരണത്തിൽ 1ാം സ്ഥാനത്ത് എത്തിക്കുന്നതിനായി പ്രവർത്തിച്ച ജീവനക്കാർക്കായി വാരപ്പെട്ടിയിലെ ബാങ്ക് ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുമോദന യോഗം താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KK ശിവൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമുക്ക് മനോഹരമായ ഒരു ഓഫീസ് സ്മാർട്ട് ക്ലാസ് റൂമാക്കുക. സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിൽ 10 സർക്കിൾ സഹകരണ യൂണിയനെ തെരഞ്ഞെടുത്തിൽ 1 പോകുന്നു. നമുക്ക് ഒരു 5 ലക്ഷം രൂപ ആ മുകളിലുള്ള സ്മാർട്ട് ക്ലാസ് റൂമാക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് ഫണ്ടും കൂടി നമ്മളും കൂടി എടുത്തത് ഒരു 8 ലക്ഷം രൂപ മുടക്കിയുള്ള സ്മാർട്ട് ക്ലാസ് റൂം. ഈ സർക്കിൾ സഹകരണ യൂണിയൻ എന്ന് പറഞ്ഞ പ്രത്യേക ഇതൊന്നുമില്ല. ഈ സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ബോർഡ് മെമ്പർമാർക്കും ജീവനക്കാർക്കും അത്യാവശ്യം വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കൂടിയാണ്. ബാങ്ക് പ്രസിഡന്റ് MM അലിയാർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രജീഷ് അനുമോദന സന്ദേശം നൽകി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PN വിജയൻ കുഞ്ഞ്, എൽദോസ് കുരുട്ടുകുളം, പോൾ CJ, സീന എൽദോസ്, ബീന ചന്ദ്രശേഖരൻ നായർ, സെക്രട്ടറി ഷിഹാബ് PS തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പിടിപ്പുകേടിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യമൊട്ടാകെ പ്രക്ഷോഭം നടത്തുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലും പ്രതിഷേധ പരിപാടികൾ നടത്തും. പാതിവില തട്ടിപ്പ് കേസിൽ കാളിയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരാതിക്കാരുടെ ഹിയറിംഗ് നടത്തി. കളമശ്ശേരി ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയതിനെ തുടർന്നാണ് നടപടി. പിന്നോക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിറേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഹരിതാരവം കാർഷിക വികസന പദ്ധതിയുടെ പച്ചക്കറി തൈ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ചിന്നി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത്. ഇടുക്കി MLA റോയ് കെ പൗലോസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.